ഓക്കെ, ഇതിനകത്ത് 6 പേർക്ക് ABCDEF വരെയുള്ള ഏതെങ്കിലും ഒരു ലെറ്റർ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അത് ഇപ്പൊ തന്നെ തിരഞ്ഞെടുത്തോളൂ. നിങ്ങൾ എടുക്കുന്ന ലെറ്റർ ഇപ്പൊ തന്നെ പിന്നെ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഏത് ലെറ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളൂ. ABCDEF വരെ എടുക്കാം. അജന്യ എ, അനശ്വര ആണോ ബില്ലയാണോ? അനശ്വര ബി. ഓക്കെ, പാർവതി ഏതാ എടുത്തേ? ക്ലിയർ ആയിട്ടില്ല, റേഞ്ചിന്റെ കുറച്ച് പ്രോബ്ലം പറയാമോ? ABCDEF വരെ ഉള്ളതിൽ ഏതെങ്കിലും ഒരു ലെറ്റർ എടുക്കാന്നുള്ളതാണ്. ഇനി എഫ് ഉള്ളൂ, അത് തരുവാണ്. ഓക്കെ അല്ലേ പാർവതി? ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത് എയ്ക്കായിരിക്കും, ദെൻ ഗോസ് ടു ബി. ഓക്കെ, അങ്ങനെയായിരിക്കും പോകുന്നത്. ക്ലിയർ? അപ്പൊ ഇതിന്റെ ഫസ്റ്റ് റൂള് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ആദ്യം ഒരു ലെറ്റർ തരും, ഒരു വേർഡ് തരും. വേർഡ് മീൻസ് ഒരു അക്ഷരം തരും. ആ അക്ഷരത്തിൽ ഒരു പാട്ട് പാടണം. 2 ലൈൻസേ പാടാവുള്ളൂ. 2 ലൈൻസ് നിർബന്ധമായിട്ടും പാടണം. 2 ലൈൻസേ പാടാവുള്ളൂ. 2 ലൈൻസ് പാടിക്കഴിഞ്ഞ് അതിന്റെ അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വെച്ച് രണ്ടാമത്തെ ബി സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അത് ഒന്ന്. മൂന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്, പാടിയ പാട്ട് പാടാനേ പാടില്ല. ഓക്കെ, ഡിസ്ക്വാളിഫൈ ചെയ്യും, വേറെ ചാൻസ് ഇല്ല. ഓക്കെ, പാട്ട് പാട് ഏതാന്നുള്ളത് ഇതിനകത്ത് പിന്നെ ഇവിടെ ഗ്രീഷ്മ മിസ് അത് നോട്ട് ചെയ്യും. ഓരോരുത്തർ പാടുന്ന പാട്ട് ഏതാന്നുള്ളത് നോട്ട് ചെയ്യും. അതുകൊണ്ട് റിപ്പീറ്റേഷൻ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നിങ്ങൾക്ക് ആ റൗണ്ട് ഡിസ്ക്വാളിഫൈ ആവും. ഓക്കെ, മെറിന് പാട്ട് അന്താക്ഷരി പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? മെറിൻ ലാംഗ്വേജ് മലയാളം മാത്രമേ ഉള്ളൂ. മെറിൻ കേൾക്കുന്നുണ്ടോ? മെറിൻ ഇല്ലെന്ന് തോന്നുന്നു. ലാംഗ്വേജ് മലയാളം മാത്രമേ ഉള്ളൂ. സിനിമാ ഗാനങ്ങൾ മാത്രമേ അനുവദിക്കത്തുള്ളൂ. ഓക്കെ, ഫിലിം ഗാനങ്ങൾ മാത്രമാണ്. അത് പിന്നെ ആൽബം സോങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അനുവദിക്കുന്നതല്ല. ഓക്കെ, ഫിലിം സോങ്ങുകൾ മാത്രമേ അനുവദിക്കുള്ളൂ. ഓക്കെ, ഇനി ഒരക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് ചാൻസിൽ ഒരു അക്ഷരം കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചിട്ടൊരു പാട്ട് പാടാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 30 സെക്കൻഡ് ആയിരിക്കും. ഓക്കെ, 30 സെക്കൻഡിനുള്ളിൽ നിങ്ങൾ അത് വെച്ചൊരു പാട്ട് പാടണം. ഇനി അങ്ങനെ പാടിയിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ചാൻസ് അടുത്ത പാടിയില്ലെങ്കിൽ അത് അടുത്ത ചാൻസ് ബിക്ക് പോകും. ബി 15 സെക്കൻഡ് കൊണ്ട് അതിനകത്തൊരു പാട്ട് പാടണം. ഓക്കെ, ബിക്ക് 15 സെക്കൻഡ് കൊണ്ട് ആ പാട്ട് പാടാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ് വിൽ ഗോ ടു സി. സിക്ക് പാടണം. സി പക്ഷേ 5 സെക്കൻഡ് കൊണ്ട് അത് പാടണം. ഓക്കെ, ഇനി സി പാടുവാണെങ്കിൽ, സി ആ പാട്ട് പാടുവാണെങ്കിൽ സിക്ക് 5 പോയിന്റ് കിട്ടും. ഓക്കെ, 5 പോയിന്റ് കിട്ടും. അവിടെ നിന്ന് സിക്ക് വേറൊരു ചാൻസ് കിട്ടും. ഫസ്റ്റ് ചാൻസ് സിക്ക് വേറെ അടുത്തൊരു ഫസ്റ്റ് ചാൻസ് കിട്ടും. ഓക്കെ, സി വീണ്ടും അവിടുന്ന് ഒരു ചാൻസ് കിട്ടും. സി 30 സെക്കൻഡ് കൊണ്ട് ആ ഫസ്റ്റ് ചാൻസിൽ പാട്ട് പാടണം. സിക്ക് അത് കഴിഞ്ഞില്ലെങ്കിൽ നേരെ അത് ഡിക്ക് പോകും. ഓക്കെ, ഡി അവിടുന്ന് ആ പാട്ട് പാടണം. ഡിക്ക് പക്ഷേ 10 സെക്കൻഡേ ഉള്ളൂ. ഓക്കെ, പാസ് ചെയ്ത് കിട്ടുന്ന ചാൻസിന് 10 സെക്കൻഡേ ഉള്ളൂ. അത് കഴിഞ്ഞ് തൊട്ടടുത്ത ആൾക്ക് 5 സെക്കൻഡും ആയിരിക്കും അനുവദിക്കുന്നത്. സമയം സാഗർ സാർ നോട്ട് ചെയ്യല്ലേ സാറേ? ഒരു ടൈം ഒന്ന് നോട്ട് ചെയ്യല്ലേ സാഗർ സാറേ? ഓക്കെ സാർ, നോട്ട് ചെയ്യാം സാർ, നോട്ട് ചെയ്യാം. 30 സെക്കൻഡ് ഫസ്റ്റ് ചാൻസിനുള്ളൂ കേട്ടോ. പാസ് ചെയ്യുന്ന ഫസ്റ്റ് ടീമിന് ഫസ്റ്റ് ആൾക്ക് ആദ്യത്തെ ആൾക്ക് 15 സെക്കൻഡും രണ്ടാമത്തെ ആൾക്ക് 10 സെക്കൻഡും ആയിട്ട് കൊടുക്കുന്നു. ഓക്കെ, ഓക്കെ സാർ. ഇനി ഇതിന് 3 റൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ റൗണ്ട് ഇതുപോലെ അക്ഷരം വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. രണ്ടാമത്തെ റൗണ്ട് തീം ബേസ്ഡ് ആയിരിക്കും.
ഓക്കെ, ഒരു ടീം നിങ്ങൾക്ക് തരും. ആ ടീമിലുള്ള ഏതെങ്കിലും ഒരു പാട്ട്, മാക്സിമം പാട്ട്. ഓക്കെ, ഒരു ഒരു 1 മിനിറ്റ് സമയമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതിനകത്ത് ആ ടീമിൽ വരുന്ന എത്ര പാട്ടുകൾ നിങ്ങൾക്ക് പാടാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾക്ക് പോയിന്റ് കൊടുക്കും. ഇപ്പൊ നിങ്ങൾ 10 പാട്ട് പാടിയാൽ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, 1 മിനിറ്റ് കൊണ്ട് 10 പാട്ട് നിങ്ങൾ പാടിയാൽ 10 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. 5 പാട്ടാ പാടിയാൽ 5 പോയിന്റ് കിട്ടും. ഓക്കെ, തേർഡ് റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആക്ടറോ ആക്ട്രസോ തരും. ആ ആക്ടറോ ആക്ട്രസോ അഭിനയിച്ച പടത്തിലെ ഏതെങ്കിലും ഒരു സോങ്, എത്ര സോങ് വേണേലും നിങ്ങൾക്ക് പാടാം. ഓരോ സോങ്ങിനും നിങ്ങൾക്ക് ഒരു സോങ്ങിന് 1 പോയിന്റ് എന്ന രീതിയിൽ മാർക്ക് കിട്ടും. ഓക്കെ, ഞാൻ പറഞ്ഞ റൂൾസ് എല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സാർ ഒന്നും കൂടി പറഞ്ഞോ റൂൾസ്, എന്നാലും അവർക്ക് ക്ലിയർ ആയിരിക്കും അല്ലേ? ഓക്കെ, ഒന്നുകൂടെ പറയാം. അക്ഷരം വെച്ചിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഇപ്പോൾ എക്ക് ഒരു അക്ഷരം തരും. അത് വെച്ചിട്ട് ഒരു പാട്ട് 30 സെക്കൻഡിനുള്ളിൽ പാടുക. അത് പാടാൻ പറ്റിയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 30 സെക്കൻഡ് കഴിയുമ്പോൾ സാഗർ സാർ പറയും അടുത്ത ആൾക്ക് എന്ന് പറയും, നെക്സ്റ്റ് ചാൻസ് എന്ന് പറയും. അവിടുന്ന് നിങ്ങൾക്ക് പിന്നെ എക്ക് അത് ചാൻസ് ഇല്ല. ദെൻ ഇറ്റ് ഗോസ് ടു ബിക്ക് അത് വെച്ചൊരു പാട്ട് പാടാം. പാട്ട് 15 സെക്കൻഡാണ് നിങ്ങൾക്ക് സമയം തരുന്നത്. 15 സെക്കൻഡിനുള്ളിൽ നിങ്ങളൊരു അത് വെച്ചൊരു പാട്ട് പാടണം. ആ പാട്ട് നിങ്ങൾക്ക് പാടിയാൽ 5 പോയിന്റ് കിട്ടും. ഫസ്റ്റ് ചാൻസിൽ നിങ്ങളൊരു പാട്ട് പാടുവാണെങ്കിൽ 10 പോയിന്റ് ആണ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഫസ്റ്റ് ചാൻസിൽ, അത് എക്ക് കിട്ടുന്ന ഫസ്റ്റ് ചാൻസിൽ നിങ്ങളൊരു പാട്ട് പാടുവാണെങ്കിൽ 10 പോയിന്റ് കിട്ടും. നെക്സ്റ്റ് അത് പാസ് ചെയ്ത് കിട്ടുവാണെന്ന ചാൻസ് ആണെങ്കിൽ 5 പോയിന്റ് കിട്ടുക. പിന്നെ ഒരു ചാൻസ്, ഫസ്റ്റ് ചാൻസ് കൂടെ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ? അതാണ് അതിന്റെ റൂൾസ്. പിന്നെ പാടിയ പാട്ട് പാടാൻ പാടില്ല. മലയാളം പാട്ട് മാത്രമേ, സിനിമാ ഗാനങ്ങൾ മാത്രമേ അനുവദിക്കുള്ളൂ. അവസാന ലൈനിന്റെ അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. ഓക്കെ, അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടാണ് അടുത്തയാള് പാടേണ്ടത്. ആ വാക്ക് ഏതാണെന്നുള്ളത് പാട്ട് നിർത്തുന്നയാള് പറയണം. ഓക്കെ, പാട്ട് നിർത്തുന്നത്. ഇപ്പൊ എക്കാണ് ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത്. എ നിർത്തുന്ന ലൈൻസിന്റെ ലാസ്റ്റ് വാക്കിന്റെ അവസാനത്തെ അക്ഷരം ഏതാണ് എന്നുള്ളത്, അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം ഏതാന്നുള്ളത് എ തന്നെ പറയണം. സോ വി വിൽ സ്റ്റാർട്ട്. ക്ലിയർ? ഓക്കെ, ഇതിനകത്ത് മെറിൻ ഉണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു അല്ലേ? വന്ന് കുഴപ്പമില്ല സാർ, സ്റ്റാർട്ട് ചെയ്തോ, കുഴപ്പമില്ല. ഇനി നമ്മള് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എഫ് വരെ ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ സാറേ, സമയം നോക്കണേ. സാഗർ സാറേ, ഓക്കെ ഓക്കെ ഓക്കെ. ഗ്രീഷ്മ പാട്ട് നോട്ട് ചെയ്യണേ. പാട്ടൊന്ന് നോട്ട് ചെയ്യണേ. ഗ്രീഷ്മ പാട്ടുകൾ മൊത്തത്തിലൊന്ന് നോക്കണേ. ഓക്കെ ഓക്കെ. ഓക്കെ, ഫസ്റ്റ് ലെറ്റർ അജന്യാണ്. സോ എ വാക്ക് ക. Ajane, your word is ka. Ka. ലാസ്റ്റ് വാക്ക് ഏതായിരുന്നു? ഹലോ, ലാസ്റ്റ് വേർഡ് ഏതായിരുന്നു? നാളായിന. നാളായിന. നാ. വായാണ് ഉദ്ദേശിച്ചത്. അനശ്വര. നാ. 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 അനശ്വര. അനശ്വര നാ. അനശ്വര. പാസിംഗ്. ബില്ല. നന്ദലാല നന്ദലാല നാടെല്ലാം കണ്ടറിയും നിന്റെ ലീല. ഫസീല, സോറി, അമ്പിളി. സാർ ലെറ്റർ ഏതായിരുന്നു സാർ?
അല്ലല്ല, ഒരു മിനിറ്റ്. ഇത് ബിൽനയ്ക്ക് ഒരു മിനിറ്റ്. ഞാൻ ഡി. നിക്ക്. ബിൽനയ്ക്ക് ഇത് ഫസ്റ്റ് ചാൻസ് അല്ലേ? അല്ല, പാസ് ചെയ്ത് കിട്ടിയതല്ലേ? യെസ്, അതെ അതെ. ഓക്കെ. ബിൽന, യു സ്റ്റാർട്ട് വിത്ത് അനദർ സോങ്, മാ. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനത്തിന്റെ പൂലഭാവം. ഭ. ഡി, അമ്പിളി. പാ. പായോ? ഭ. ബാ മതിയോ? Passing. ഭാ. ഈ ഫസീല. പാസിംഗ്. എഫ്. പാർവതി. ഓക്കെ. ടീച്ചറെ, ഇതിനകത്ത് ഡി ആണ് പാടാത്തത്. അപ്പൊ ഇക്ക് ചാൻസ് കൊടുക്കുവാണ്. ഇല്ല. എന്തോ? ഇല്ല. അനശ്വര ഇവിടെ ഇല്ലേ? അനശ്വര ഉണ്ടല്ലോ. കൂട്ടി കിട്ടാത്തോണ്ട് പാടാതില്ല. ബി അല്ലേ? ബിക്കാണ് ഫസ്റ്റ് ചാൻസ് കിട്ടി. ഇനി ഇക്ക് ഫസ്റ്റ് ചാൻസ് കിട്ടണം. ഈയുടെ ഫസ്റ്റ് ചാൻസ് പാ വെച്ചിട്ട് പാടുക. ഈ ഫസീല ഇല്ല ഇവിടെ. പാസിംഗ്. പാർവതി, പാ വെച്ചിട്ട് പാട് പെട്ടെന്ന്. പഞ്ചവർണ്ണ വന്നിടമെഞ്ചിരുന്നേ ഒരു ഉണർന്നേ. ഏതാണ്? തായാണ് ഉദ്ദേശിച്ചത്. ഗ്രീഷ്മ ഏതാന്ന് കേട്ടോ. നെക്സ്റ്റ് എയുടെ ഫസ്റ്റ് ചാൻസ് ആണിത്. എ അജന്യ. പാ തന്നെ. അജന്യ. ഇല്ല. ബി അനശ്വര. പച്ചപ്പാനം തത്തെ പുന്നാര പൂമുത്തി പൂനെല്ലിൻ പൂങ്കതിരേ. ഓക്കെ, ഒരു മിനിറ്റ്. ടീച്ചറെ, ഹലോ. ഇവിടെ എല്ലാവർക്കും ഒരു റൗണ്ട് കഴിഞ്ഞ് ഇനി ബിയുടെ ഫസ്റ്റ് ചാൻസ് ആണ്. ഒരു മിനിറ്റ്, പാർവതിക്ക് ലാസ്റ്റ് കിട്ടിയായിരുന്നോ അവളുടെ റൗണ്ട്? പാർവതി പാ വെച്ച് പാടിയിട്ടല്ലേ എക്ക് പാസ് ചെയ്തേ? അതെ. ഓക്കെ, ഒരു റൗണ്ട് നിങ്ങളുടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് റൗണ്ട് ആദ്യം എ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. എയുടെ ഫസ്റ്റ് ചാൻസ് കഴിഞ്ഞു ഇപ്പൊ. ഓക്കെ, ഇനിയിപ്പോ ആദ്യം എ വെച്ച് സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഇങ്ങനെ 3 റൗണ്ട് അല്ലേ പറഞ്ഞേ? അല്ല ടീച്ചറെ, എഫ് പാസ് ചെയ്ത് പാർവതി പാസ് ചെയ്ത് എക്കല്ലേ കിട്ടിയത്. ഒരു ചാൻസ് കൂടെ കൊടുക്കാനാ? പാർവതി പാസ് ചെയ്തതല്ലേ കിട്ടിയത്. അതിനിപ്പോ നെക്സ്റ്റ് അടുത്തയാൾക്ക് കൊടുക്കാം. നെക്സ്റ്റ് അനശ്വരയുടെ ഫസ്റ്റ് ചാൻസ് വരുവാണേ. കാരണം അജന്യക്ക് 2 ഫസ്റ്റ് ചാൻസ് വന്നു, അതുകൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്തത് കേട്ടോ. ഇനി അനശ്വരയുടെ ഫസ്റ്റ് ചാൻസ് വരുവാണ്. യുവർ വേർഡ് ഈസ് വാ. വെണ്ണിലവു കണ്ണു വെച്ച വെണ്ണക്കൂടമേ വെള്ളി വെയിലുമ്മ വെച്ച പാദസരമേ. സാറേ പാ.
നെക്സ്റ്റ് സി ബില്ല. കാതിരാക്കിളി വരുപാൽ കടൽ കിളി ഓണമായിത തിരുവോണമായിത. ഓ ഡി അമ്പിളി. ഓലഞ്ഞാലിക്കുരുവി ഇളം കാറ്റിലാടി വരുവേ കൂട്ടുകൂടി കിടുങ്ങി പീലി മെല്ലെ തഴുകി ത. ഇ ഫസീല. ഫസീല ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. സോ നെക്സ്റ്റ് എഫ് പാർവതി. ഏതാണ്? ഓക്കെ. ഗോസ് ടു അനശ്വര. അജന്യ അല്ലേ? സോറി അജന്യ. അജന്യയുടെ ഇതിപ്പോ തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുവാണേ. തേർഡ് റൗണ്ട് അജന്യ. ബി എ അനശ്വര. എനിക്കൊരു പെണ്ണുണ്ട് കരിമഷി കണ്ണുണ്ട് കരളിൽ 100 കനവുണ്ട്. കാ. സി ബില്ല. കറുത്ത പെണ്ണെ നിന്നെ കാണാൻ ഇട്ടൊരു നാളുണ്ട് വരുത്തപ്പെട്ട് ഞാനൊരു വണ്ടായി ചമഞ്ഞേ. ഡി അമ്പിളി. ചെല്ലത്താമരേ ചെറുചിരി ചുണ്ടിൽ ചൂടിയോ തുള്ളിത്തേനുമായി കനവുകളുള്ളിൽ തുള്ളിയോ ത. ഫസീല ഉണ്ടോ? ഇല്ല. എഫ് പാർവതി. ഫസീല പാടി സാർ. ഫസീല ഉണ്ടോ ഇവിടെ? പാടിയല്ലോ. ലെഫ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട്. സാഗർ സാറിന്റെ ഒക്കെ മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. ഫസീല ലെഫ്റ്റ് ആയിരുന്നു. അപ്പൊ വേർഡ് നെക്സ്റ്റ് പഠിക്കോ? ഫസീല ലെഫ്റ്റാ. പാർവതി. സാർ വേർഡ് തീരം തേടുമോളം പ്രേമങ്ങൾ തന്നു ഈണം ചേർത്തു ഞാൻ കാത്തു പറഞ്ഞു. ഓക്കെ. ഈ റൗണ്ട് 3 റൗണ്ടും കഴിഞ്ഞു. ടീച്ചറെ എല്ലാവർക്കും ഫസ്റ്റ് ചാൻസ് കിട്ടി. എല്ലാവർക്കും ഫസ്റ്റ് ചാൻസ് കിട്ടിയതാണ്. 3 റൗണ്ട് കഴിഞ്ഞപ്പോ പോയിന്റ് വരുന്നത് എ അജന്യ 20, ബി 25. അതൊരു എക്സ്ട്രാ ചാൻസ് വന്നതുകൊണ്ടുള്ളതാണ് 25. അതുപോലെ ബിൽനക്കും 35 ഒരു എക്സ്ട്രാ ചാൻസ് വന്നു. 3 ആൻസർ ചെയ്തു. ദെൻ ഡി അമ്പിളി 20, ഈ ലെഫ്റ്റ് ആയിരുന്നു ഫസീല. അത് എഫ് പാർവതിക്ക് 30. ഇതാണ് സ്കോർ. അപ്പൊ ഇനി സെക്കൻഡ് റൗണ്ട് ആണ്. അപ്പൊ സെക്കൻഡ് റൗണ്ട് 2 റൗണ്ടും കൂടിയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ 2 റൗണ്ടിൽ ഒന്ന് ആക്ടർ ബേസ്ഡും രണ്ടാമത്തത് തീം ബേസ്ഡും ആണ് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇതിന് 10ഉം 5ഉം കൊടുത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഒരു പാട്ടിന് 2 പോയിന്റ് വെച്ച് കൊടുക്കണ്ടേ, അല്ലെങ്കിൽ നല്ല വേരിയേഷൻ ആണ്. ഇപ്പൊ ഒന്നിന് 10ഉം ചാൻസിന് 5ഉം ആണ് കൊടുത്തത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ 2 റൗണ്ടിൽ നിങ്ങൾ പറയുന്ന ഓരോ ആൻസറിനും ഓരോ സോങ്ങിനും 2 പോയിന്റ് വെച്ചിട്ട്, അതായത് ഒന്ന് പാടിയതെങ്കിൽ 2 പോയിന്റ്, രണ്ടാണെങ്കിൽ 4, ആ രീതിയിൽ. ഓക്കെ, 2 points ഈച്ച് ഫോർ ഈച്ച് സോങ് ആണ്. ദെൻ ആദ്യത്തേത് ആക്ടർ ബേസ്ഡ് ആണ്, രണ്ടാമത്തേത് തീം ബേസ്ഡ് ആണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓൾറെഡി 6 ആക്ടേഴ്സിനെ, ആക്ടറോ ആക്ട്രസോ ആവാം, 6 ആക്ടർ ആക്ട്രസിനെയും അതേപോലെ തന്നെ 6 തീമും ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങൾ പറയുന്നതാണ്, നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്ത് ഗ്രൂപ്പിൽ ഇട്ടിരുന്ന ഒരു സാധനമാണ്. ഗ്രൂപ്പിൽ ക്ലാസ് നിങ്ങളുടെ ഗ്രൂപ്പിലല്ല. അപ്പോ നിങ്ങൾ പറയുക 1 to 6 നിങ്ങൾ ചൂസ് ചെയ്യുക ഏതാന്നുള്ളത്. കമന്റ് ബോക്സിൽ ഇട്ടാ മതി. 3 1
ഒന്ന് വായിക്കോ. എ ചൂസ് ചെയ്ത നമ്പർ ഏതാ? അജന്യ ഏതാ ചൂസ് ചെയ്യുന്നില്ലേ? അജന്യന്റെയും പാർവതിയുടെയും കണ്ടില്ലല്ലോ. അജന്യ 5, ഓക്കെ അനശ്വര 2, ഓക്കെ. ബിൽന അമ്പിളി 3, ബില്ല 5. ഓ, അഞ്ജന 5 ആണല്ലോ, അജന്യ 5 ആണല്ലോ. എന്തോ ആദ്യം പറഞ്ഞതാരാ? ബില്ലയാണ് ആദ്യം പറഞ്ഞത്. അജന്യ 6 മാറ്റിക്കോ. ഓക്കെ. ബില്ല 5, പാർവതി 4, ബിൽന 5 അല്ല 1 ഉണ്ടല്ലോ വേണമെങ്കിൽ. ഫസീല ഇല്ലല്ലോ. ഫസീലേ ബാക്കിയുള്ളൂ ഇനി. ഇപ്പൊ 5 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ 5. അപ്പൊ എന്നാ പിന്നെ അജന്യക്ക് 1 കൊടുത്തേക്ക്. ഓക്കെ, അജന്യ 1. ഓക്കെ, ഞാൻ പറയുന്ന അജന്യ 1, ബി അനശ്വര 2, സി ബിൽന 5, ഡി അമ്പിളി 3, എഫ് പാർവതി 4. ഒരാൾ കൂടെ ഉണ്ട്, 5 പേരല്ലേ? ബില്ലിന് 5 സർ, ബില്ലിന് 5. ശരി. ഓക്കെ, അപ്പൊ എ അജന്യ വെച്ച് സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? ഓക്കെ, എ അജന്യ 1 ആണ്. ആക്ടർ മോഹൻലാൽ, അതായത് മോഹൻലാൽ അഭിനയിച്ച ഫിലിമിലെ സോങ്സ്. മാക്സിമം പാട്ട് പാടാം, പാസിംഗ് ഇല്ല കേട്ടോ. മാക്സിമം പാടാ. 1 മിനിറ്റ് സാഗർ സർ, ടൈം നോക്കണേ. 1 മിനിറ്റ് അല്ലേ കൊടുക്കുന്നേ? അതെ, 1 മിനിറ്റ് ആണ്. അപ്പൊ ആ 1 മിനിറ്റിനകത്ത് നിങ്ങൾക്ക് മാക്സിമം ഫുൾ പാട്ടൊന്നും പാടണ്ട, സ്റ്റാർട്ടിങ് മാത്രം പറഞ്ഞാൽ മതി. ആ പാട്ട് മനസ്സിലാക്കാനുള്ള ആ സ്റ്റാർട്ടിങ്. അജന്യ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. വാനിലും ഉടനീട്ടും മനസ്സും കനലാക്കും ഫുൾ സോങ് പാടിയാൽ നിങ്ങൾക്ക് സമയം കിട്ടില്ല. കളിച്ചീലും കഥകളുമായി മധുരവുമായി ഒരമ്മക്കിളിയും എന്തുമൽ കുടുങ്ങി. ഇനി 30 സെക്കൻഡ് ഉണ്ട് അജന്യ. എത്ര പാട്ട് വേണമെങ്കിലും പറയാം. പാട്ടിന്റെ നമ്പറിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് പോയിന്റ്. ഇതിപ്പോ 1 പോയിന്റ് കിട്ടിയത്. മനസ്സിലായില്ല, ഒന്ന് പറഞ്ഞു തരുവാ? 1 മിനിറ്റ്, ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള എക്സ്ക്യൂസ് ചെയ്യണേ, ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന് ഈ ടൈം ഒന്ന് കൺസിഡർ റീസെറ്റ് ചെയ്യാം. അതായത് ഒരു ആക്ടറിന്റെ തന്നിട്ടുണ്ട്. ആ ആക്ടർ അഭിനയിച്ച ഫിലിമില് എത്ര പാട്ട് പാടുന്നു അത്രയും പാടാം 1 മിനിറ്റിനകത്ത്. അതാ പറഞ്ഞത് ഫുള്ള് പാടണ്ട. ആ പാട്ട് ഐഡന്റിഫൈ ചെയ്യാനുള്ളത് മാത്രം, അത് 2 വാക്കാങ്കത് പറഞ്ഞാൽ മതി. അത്രേ പറയാൻ പാടുള്ളൂ. ആ 1 മിനിറ്റിൽ എത്ര പാട്ട് പറയുന്നോ അത്രയും പോയിന്റ്സ് ആണ്. ഒരു പാട്ടിന് 2 പോയിന്റ് വെച്ച് കിട്ടും. അങ്ങനെ 5 പാട്ട് അജന്യ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പോയിന്റ് കിട്ടും. ഓക്കെ, എല്ലാ പാട്ട് പാടി കഴിഞ്ഞാൽ 2 പോയിന്റ് കിട്ടും. ആ പാട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം നമുക്ക്, അത്രേ പറയണ്ടു. ഓക്കെ, ടൈം ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? ഓക്കെ, അജന്യ, യുവർ ടൈം. ഒരു മിനിറ്റ്, എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഹലോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചോ കേട്ടോ. എല്ലാവർക്കും ക്ലിയർ ആണല്ലോ പറഞ്ഞത്? 5 ആളും ക്ലിയർ അല്ലേ? 5 ആളും ക്ലിയർ അല്ലേ? 1 മിനിറ്റിൽ നിങ്ങൾക്ക് എത്ര പാട്ട് പാടാവോ അത്രയും പാട്ട് പാടാം, അല്ലെങ്കിൽ പറയാം. ഒരു പാട്ടിന് 2 പോയിന്റ് വെച്ച് കിട്ടും. ഒരു ഫുൾ സോങ് പാടാൻ നിൽക്കണ്ട. ഓക്കെ, അപ്പം ഒരു ടോപ്പിക് തന്നാൽ മോഹൻലാലിനെ കൊണ്ട് നിങ്ങൾക്ക് മാക്സിമം എത്ര പാട്ട് പാടാൻ പറ്റും 1 മിനിറ്റിന്റെ ഉള്ളിൽ. ഇപ്പൊ നിങ്ങൾ 10 പാട്ട് പാടി കഴിഞ്ഞാൽ 10 into 2 20 മാർക്സ് കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, ക്ലിയർ? ഓക്കെ, സ്റ്റാർട്ട്. ടൈം നോക്കണേ. ടീച്ചറെ, ആക്ടറെ മാറ്റി കൊടുക്കും. അത് അജന്യക്ക് ആക്ടറെ മാറ്റി കൊടുക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ 6 എന്നുള്ളതിൽ പൃഥ്വിരാജ്. Your time starts now. ഓക്കെ. ഓക്കെ, 1 പറഞ്ഞോ. ഓക്കെ, നെക്സ്റ്റ് പറഞ്ഞോ.
ചോക്ലേറ്റ് രണ്ടേ ഉള്ളൂ. വെച്ച നാൾ മുതൽ 3. ടൈം ഈസ് അപ്പ്. അപ്പ് അപ്പ്. ഓക്കെ. അപ്പൊ 3 പാട്ടാണ് പാടിയത്. അങ്ങനെയാണെങ്കിൽ 6 പോയിന്റ്, 6 points. 6 points for അജന്യ. രണ്ടാമത്തത് ബി ചൂസ് ചെയ്തത്, അതായത് അനശ്വര ചൂസ് ചെയ്തത് 2 അല്ലേ? അതെ അതെ. ഓക്കെ. 2 അനശ്വര. ദിലീപ്. ദിലീപ്. Start. Your time starts now. ഓക്കെ. കരിമിഴി കുരുവിയെ കണ്ടില്ല. ഓക്കെ. ആ ആ 1. എന്റെ എല്ലാം അല്ലേ. Yes. 2. മീശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. 3. Yes. ഓ പ്രിയേ. 4. മഞ്ചാടി മണി കൊണ്ട് മാണിക്കൂട നിറച്ച്. 5. 5. Time is up. ടൈം ഈസ് അപ്പ്. ഓക്കെ. അപ്പൊ 5 പാട്ടാണ് 10 പോയിന്റ്സ്. ഓക്കെ. ഇനി സി. അമ്പിളി. ബില്ലിനെ അല്ലേ? ബില്ല 5. അമ്പിളി. എന്ത്? ബില്ല 5 ആണ്. ബില്ല 5 ആണ്. ഓക്കെ. സി ബില്ലിനെ അല്ലേ? ആ സി ബില്ല. സി ബില്ലിനെയാണ്. ബില്ലിന് പറഞ്ഞ നമ്പറാണ് 5. അതെ അതെ. ഓക്കെ. ബില്ലക്കാണ് ചാൻസ് പോകുന്നത്. ബില്ലിനെയാണ്. സി ബില്ലിന് ABCD ആണല്ലോ പോകുന്നത്. സി ബില്ലിനെയാണ്. ബില്ലിന് പറഞ്ഞത് 5 ആണ്. 5 മഞ്ജു വാര്യർ. Your time starts now. ജനതയിൽ പാതി വഴി തേടുന്നു പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ. 2. മരമഞ്ഞളാടിയ രാവിന്റെ മാറി 3. ആരോ വിരൽ വീഴ്ത്തി. 4. ഒത്തിരി 5. കണ്ണാടിക്കൂട്ടി 6. മരമഞ്ഞളാടിയ പറഞ്ഞു. അത് പറഞ്ഞില്ലേ? അതിപ്പോ പറഞ്ഞില്ലേ? പറഞ്ഞു. 7. ടൈം ഈസ് അപ്പ്. അപ്പൊ 7 പാട്ടാണ് പറഞ്ഞത്. 14 പോയിന്റ്. ഓക്കെ. അടുത്തത് ഡി അമ്പിളി. ഓക്കെ. അമ്പിളി പറഞ്ഞത് 3 ആണ് നമ്പർ. 3 കുഞ്ചാക്കോ ബോബൻ. അമ്പിളി your time starts now. പോലെ അനിയത്തി പ്രാവിനു പ്രിയൻ. ഓക്കെ. മെഴിയറിയാതെ വന്നു. 3. ഓക്കെ. ഓ പ്രിയേ. 4. 4.
ഒരു ചിക് 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 ചിറകിൽ മഴവില്ല് വിരിക്കും മനം. 5 യാത്രയായി Time out. സൂര്യ. ഓക്കെ ഓക്കെ 6 ഓക്കെ 6 പാട്ട്. സോ 12 പോയിന്റ്സ്. ലാസ്റ്റ് പാർവതി ചൂസ് ചെയ്തത് 4 ആണ്. 4 ടൊവിനോ. ടൈം സ്റ്റാർട്ട്സ് നൗ. പാർവതി ഹലോ പാർവതി, ടൊവിനോ. ടൈം സ്റ്റാർട്ട്സ് നൗ. Your time starts now. നീ ഹിമമഴയായി ഓക്കെ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തോണി തുഴഞ്ഞ 3 മിന്നുന്നുണ്ടേ മുല്ല പോലെ 4 സ്നേഹില്ല നേരം അറ്റന്റെ വായന 5 നിറങ്ങളെ പുലരി 7 ടൈം ടൈം റെഡ് ബ്ലൂ ടൈം അപ്പ്. കടിയായിരുന്നോ? റെഡ് ബ്ലൂ ബ്ലാക്കും ഷഹനായി. ഒന്ന് ഒരെണ്ണം തുടങ്ങിയതുകൊണ്ട് പറഞ്ഞതാ. റെഡ് ബ്ലൂ ബ്ലാക്ക് 8. അപ്പൊ 8 എണ്ണം പറഞ്ഞത്. അപ്പൊ 8ന് 16. ഓക്കെ, അപ്പൊ ടോട്ടൽ പോയിന്റ് ഈ റൗണ്ട് കഴിയുമ്പോ വരുന്നത് എ അജന്യ 26, ബി അനശ്വര 35, സി ഇൽന 49, ഡി അമ്പിളി 32, ഇ ഇല്ല, എഫ് പാർവതി 46. ഓക്കെ ഓക്കെ, A 26, B 35, C 49, D 32, F 46. Now last round, team based round. ഈ പറഞ്ഞ റൗണ്ടിന്റെ അതേ റൂളാണ്. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ആക്ടറിന്റെ പേര് തന്നതുപോലെ നിങ്ങൾക്ക് ഒരു തീം തരും. അപ്പൊ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പാടാം. ഓക്കെ, ഒരു തീം തരുന്നതായിരിക്കും. ആ തീമിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾ പാടേണ്ടത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, മേഡം ഒരു എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ ഇപ്പം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മദർ എന്ന് പറഞ്ഞ ടേം വന്നിട്ടുണ്ടെങ്കിൽ മദറിനെ കൊണ്ടുള്ള ഒരു സോങ് പാടും. അങ്ങനെ സർ, ഒരു തീമാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പം ഓക്കെ ഒരു ആനിമൽസ് എന്നാ പറഞ്ഞു വിചാരിച്ചോ. ഓക്കെ, ആനിമൽസ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് മാനെ മധുര കരിമ്പ്. അപ്പൊ അത് മനസ്സിലായില്ലേ? അങ്ങനെയുള്ള പാട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ആ പറയണേ. ഇപ്പൊ സിംഹം, പണ്ടൊരു കാട്ടിൽ ഒരു ആൺസിംഹം. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് സംഭവം. അപ്പൊ ഏത് മൃഗങ്ങളും ആവാം അതിനകത്ത്. ആ നിങ്ങൾ പറയുന്ന ആ ഒരു ലൈനിനകത്ത് അത് ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതാണ് എക്സാമ്പിൾ പറഞ്ഞത്. ഇപ്പൊ ആനിമൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. അതുപോലെ നിങ്ങൾക്ക് ഒരു തീം തരും. അപ്പൊ നിങ്ങൾ പറയുന്ന ആ പാട്ടിന്റെ ഫസ്റ്റ് സെക്കൻഡ് ലൈനിനകത്ത് അത് ഉണ്ടായിരിക്കണം. ആ ഒരു തീം ഉള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. അതിനൊരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ഇപ്പം ആനിമൽ ആണ് നിങ്ങൾക്ക് തന്ന തീമെങ്കിൽ ഒരു പാട്ട് മതി. ഇപ്പൊ നിങ്ങൾ ആക്ടർ ബേസ് ചെയ്ത് പറഞ്ഞില്ലേ? ഇപ്പം ആക്ടറിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര പാട്ട് പറയുന്നോ അത്രയും പാട്ടിനാണല്ലോ പോയിന്റ് തന്നത്. ഒരു പാട്ട് പറഞ്ഞാൽ 2 പോയിന്റ്. അങ്ങനെ ഈ ഒരു മിനിറ്റിനകത്ത് നിങ്ങൾക്ക് എത്ര പാട്ട് വേണമെങ്കിലും പറയാം, ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അതിനൊരു എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത്. ആനിമൽ എന്നതാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞ പോലെ മാനാവാം, സിംഹമാവാം, പൂച്ചയാവാം, എന്തും ആവാം. ഓക്കെ, ആ ഒരു വേർഡ്, ആ ഒരു ആനിമൽ ഏതെങ്കിലും ലൈനിൽ വരുന്ന രീതിയിൽ പാടാം. എത്ര പാട്ട് വേണമെങ്കിൽ, എത്ര പാട്ടാണോ അത്രയും പാട്ടിനാണ് പോയിന്റ്സ്. ഒരു പാട്ടിന് 2 പോയിന്റ് വെച്ചിട്ട് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ, ക്ലിയർ? ഓക്കെ,
ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? അപ്പൊ നിങ്ങൾ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ചൂസ് ചെയ്തോളൂ. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഒന്ന് പറയുവോ? രണ്ടുപേര് 4 ചൂസ് ചെയ്തിട്ടുണ്ട്, അത് പറ്റത്തില്ല. ആരാ ആദ്യം ചൂസ് ചെയ്ത്? ആരാ ആദ്യം ചൂസ് ചെയ്ത് നോക്കുക. രണ്ടാമത് ചൂസ് ചെയ്തയാൾ മാറ്റി പറഞ്ഞാൽ 3, അനശ്വര. അങ്ങനെ പറയല്ലേ. അജന്യ ചൂസ് ചെയ്ത നമ്പർ ഏതാ? 5. ഓക്കെ, അജന്യ 5. ദെൻ അനശ്വര 1 ആണോ 4 ആണോ? 1 അല്ലേ? 1. ഓക്കെ, സി ബിൽന 2 4 വന്നിട്ടുണ്ടല്ലോ സാറേ, അതുകൊണ്ട് 1 യൂസ് ചെയ്തിയാ. ഓക്കെ, സി ബിൽന 4. ദെൻ ഡി അമ്പിളി 3. 3. പാർവതി 2. ഓക്കെ, അപ്പൊ 5 1 4 3 2. ഓക്കെ, അപ്പൊ ഫസ്റ്റ് എ സ്റ്റാർട്ടിംഗ് വിത്ത് അജന്യ 5 ആണ് ചൂസ് ചെയ്തത്. 5 സീസൺ, അതായത് എക്സാമ്പിൾ എല്ലാത്തിനും എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിൾ അപ്പൊ സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമ്പിൾ ആണെങ്കിൽ മഴയാവാം, മഞ്ഞാവാം, വെയിലാവാം, ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഓക്കെ, ഇതിലേതെങ്കിലും സംഭവങ്ങൾ പാട്ടിൽ വരുന്ന രീതിയിലുള്ള സോങ്സ്, മഞ്ഞ്, മഴ, വെയില് എന്തും ആവാം. സീസണിന്റെ എക്സാമ്പിൾ തുടങ്ങണ്ടേ? അജന്യ മഞ്ഞു മഴ മഴക്കാലം 2 മഴയിൽ വിടരും പുഴ പോലെ 3 മഴയേ 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 4 ഞാനാകും പൂവിന്നർ മണി ചെയ്യും നേരം. അതിലേതാ മഞ്ഞ് ഓക്കെ, 5 മഞ്ഞൾ വിരിയും മാനസികാവട്ടെ 6 ടൈം അപ്പ് 7. ടൈം അപ്പ് ആയി. അല്ലാതെ പാടി കഴിഞ്ഞിട്ടാണ്, അല്ല പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ഏന്ന് ചോദിച്ചു പോയതാ. ഓക്കെ, 1 സെക്കൻഡ് ആണ്. അപ്പൊ 14. ഓക്കെ, നെക്സ്റ്റ് ബി അനശ്വര 1 ആണ് ചൂസ് ചെയ്തത്. കളറ് മഞ്ഞ, പച്ച, നീല, ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്. തുടങ്ങിയോ? അനശ്വര യുവർ ടൈം. അനശ്വര കറുത്ത പെണ്ണ് നിന്നെ കാണിട്ടുണ്ടായിരുന്നു. ഓക്കെ, 1 കറുപ്പിനഴക് ഓ വെളുപ്പിനഴക് 2 കാക്കക്കറുമ്പൻ കണ്ടക്കുറുമ്പൻ 3 പച്ചപ്പാനം തത്തെ പുന്നാരപ്പൂവൻ 4 പച്ചമാങ്ങ 5 5 6
ടൈം ഔട്ട്. ടൈം ഈസ് അപ്പ്. ഓക്കെ, 5 എണ്ണാണ് പറഞ്ഞത്. സോ യു ഗെറ്റ് 10 points. ഓക്കെ, 5 എണ്ണം പോയിന്റ്. നെക്സ്റ്റ് സി, ബിൽന. ബിൽന ചൂസ് ചെയ്തത് ബിൽന അല്ലേ? അതെ. ബിൽന ചൂസ് ചെയ്തത് 4 ആണ്. അതെ, ബിൽന ചൂസ്. ഓക്കെ, ഫ്ലവേഴ്സ്, പൂക്കള്, എന്തും ആവാം. എന്ത് പൂക്കൾ വേണമെങ്കിലും ആവാം. പൂക്കളെ ഞാൻ പറയണ്ടല്ലോ. Okay, Billa, your time starts now. ഏത് പൂക്കളും. ഓക്കെ. ചെമ്പരത്തിപ്പൂവേ ഓക്കെ, ചെമ്പരത്തിപ്പൂവേ. 1 2 ചെമ്പനീർ പൂവിറുത്തു ഞാനും 3 മുല്ലപ്പൂം പറ്റി 4 മുല്ലേ മുള്ളിനുള്ളിൽ സൂര്യകാന്ത 6 റോസ റോസാപ്പൂ 7. സാപ്പു റോസ. ഓക്കെ 7. ടൈം ഔട്ട്. ടൈം ഔട്ട്. ഓക്കെ, 7 പാട്ടാ പറഞ്ഞത്. സോ 7 പാട്ട്, അപ്പൊ 14 പോയിന്റ്സ്. ഓക്കെ, 7 songs 14 points. നെക്സ്റ്റ് ഡി, അമ്പിളി. അമ്പിളി ചൂസ് ചെയ്തത് ഡി അല്ലേ? 3 നമ്പർ 1 2 3 10,000. ഓക്കെ, ഓക്കെ, സ്റ്റാർട്ട്. അമ്പിളി നമ്പേഴ്സ് ഏത് നമ്പറും ആവാം. Ambili, your time starts now. അമ്പിളി ഒന്ന് 2 100 1000 10,000 ലക്ഷം എന്നൊക്കെ ഞാൻ പറഞ്ഞു. Your time is up. Ambili, 1000 കണ്ണുമായി എന്നൊക്കെ പാട്ടില്ലേ? പാട്ടാണോ ഇഷ്ടമല്ലാത്ത? ഒന്നാനാം കുന്നിൽ ഒന്നാം രാഗം പാടി 1000 കണ്ണുമായി, ഇഷ്ടം പോലെ പാട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് എഫ്, പാർവതിയാണ്. പാർവതി ചൂസ് ചെയ്ത നമ്പർ 2 ആണേ അല്ലേ? ഓക്കെ, 2 ബേർഡ്സ്, പക്ഷികള്. ഏത് പക്ഷിയോ? പക്ഷികൾ. Okay, Parvati, your time starts മയിലായി now. പറന്നു വാ. ഒറ്റപ്പാലത്ത് 2 പാട്ടേ പറഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞോ. 2 മയിലായി പറന്നു വാ. ആനന്ദത്തെ 2. ഓക്കെ, പഞ്ചവർണ്ണത്തത്ത പറഞ്ഞു. 3 മിന്നാമിന്നി ഇത്തിരി കുഞ്ഞി. മിന്നാമിന്നി 5 കാക്കക്കറുമ്പൻ. കാക്കക്കറുമ്പൻ കണ്ടാൽ കുറുമ്പൻ. 6 കോലഞ്ഞാടി കുരുവി. 7 കള്ളിപ്പൂങ്കുയിലെ 8 അടുക്കൽ വഴുതിപ്രാവ്. 9
ടൈം അപ്പ്. ടൈം അപ്പ്. ഓക്കെ ഓക്കെ 9 പാട്ട്. സോ 18 പോയിന്റ്സ്. ഓക്കെ 9 പാട്ടാ പാടിയത്, 18 പോയിന്റ്സ്. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നത് ഈ ഒരു കോമ്പറ്റീഷൻ അപ്പൊ 3 റൗണ്ട്സും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് റൗണ്ട് കഴിഞ്ഞിട്ടുള്ള ടോട്ടൽ പോയിന്റ്സ്: എ അജൻ 40 points, B Anishwara 45, C Vilna 63, D Ambili 32, F Parvati 64. Okay, so goes to Parvati with 64 points. Second goes to Vilna with 63 points. And third prize. ടീച്ചർ ഒരു ഒബ്ജക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കണ്ടു, പക്ഷെ അതിനകത്ത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതൊരു ഫ്ലൈ അല്ലേ, അങ്ങനെ പറയാലോ. ഒരു ഫ്ലൈ ആണ്, ഫ്ലൈ ചെയ്യുന്ന സമയം ഉദ്ദേശിക്കുന്നത് അത് മാത്രമാണല്ലോ. തീമാണ് കൊടുത്തത്, സ്പെസിഫിക് അല്ല, അതുകൊണ്ട് പറഞ്ഞത്. ഓക്കെ, and third B Anishwara 45 points. Okay, so first Parvati, second B, third Anishwara. Okay, congrats. Parvati, congratulations. എല്ലാവരും സർ, Vilna and Anishwara, all the 3 congrats. Okay. അപ്പൊ നമ്മുടെ ഈ എന്താണ് ഈ 5-6 ദിവസമായിട്ട് നമ്മളിപ്പോ നടത്തിക്കൊണ്ടുവരുന്ന ഒരു മൽഹാർ പ്രോഗ്രാം ഇവിടെ എൻഡ് ചെയ്യാണ് ഒഫീഷ്യലി. അതിനകത്ത് ബാക്കിയുള്ള ഒരു 8 ഐറ്റം വരുന്നുണ്ട്. ടീമാണ്, അതിനകത്ത് ചെറിയൊരു ടെക്നിക്കൽ പ്രശ്നങ്ങൾ ഇന്ന് ഡിബേറ്റിന്റെ ആ ഒരു ഡിലേ കൊണ്ട് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അടുത്ത ദിവസം ഏതെങ്കിലും ഒരു ദിവസം നടത്തി തീർക്കും. അതേപോലെ തന്നെ കുറെ ഈവന്റ്സിന്റെ മാർക്സ് വരാനുണ്ട്. എന്തായാലും വിതിൻ 1 വീക്ക് എല്ലാത്തിന്റെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് അറിയിക്കുന്നതായിരിക്കും. ജഡ്ജ്മെന്റ് വരുന്നതിന് കണക്കായിട്ട് ഐ വിൽ ഇൻഫോം യു ഇൻ ഗ്രൂപ്പ്സ്. ഓക്കെ, താങ്ക് യു.